ന്യൂസ് ക്ലിക്കിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെയും കാര്യം നമുക്കറിയാം. കോവിഡ് കാലത്ത് ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് ദൈനിക് സമാചാറിനെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടി സ്വീകരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രവണതകൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ജനാധിപത്യപരവും മതനിരപേക്ഷ ഉള്ളടക്കവുമുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ശക്തിയായിട്ട് എതിർക്കുന്ന, അത് എതിർക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ദേശസ്നേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള, അത്തരം സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ജനാധിപത്യ മേഖലയിലുള്ള ഫാസിസ്റ്റ് പ്രവണതക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാംസ്കാരിക കൂട്ടായ്മക്ക് പൂർണ്ണമായ പിന്തുണ നൽകണമെന്ന് CPIM പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കണം എന്ന് ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇത് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ. അപ്പോൾ ഇത്തരത്തിൽ വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയാം. എങ്ങനെ നേരത്തെ അതൊക്കെ മുമ്പേ തെളിയിച്ചതാണല്ലോ. അതിനൊന്നും തെളിയിക്കാൻ പോരൊന്നും ബാക്കിയൊന്നും വെച്ചിട്ടില്ല. അതല്ല അവർ തമ്മിലുള്ള പ്രശ്നം. അവർ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. ഒന്നും കണ്ടെങ്കിലും തെളിയിക്കേണ്ട കാര്യമെല്ലാം പുറപ്പെടേണ്ട വരും. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവനം കരാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ആ കമ്പനികൾ കൃത്യമായിട്ട് അത് അംഗീകരിച്ച് പോകുമ്പോൾ പിന്നെ വേറെ പുറത്തു നിന്നിട്ട് ആരെങ്കിലും തെളിയിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ബോധപൂർവം പ്രചരണം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭൂതവ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒരുതരം രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വാർത്തകൾ ഇനിയും വരാൻ സാധ്യതയുള്ള നിരവധി വാർത്തകളുടെ ഭാഗമായിട്ട് അതൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. അതിലൊന്നും ഭയപ്പെടുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമല്ല ഞങ്ങൾക്കിത് ഒറ്റ കാര്യമുള്ളൂ. രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ അസ്ഥിരീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുക. രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെയില്ല. ഇതാ പ്രശ്നം. അതാണ് കാര്യം. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ വിശദീകരിക്കേണ്ട കാര്യം. രാഷ്ട്രീയം അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ലാതില്ല. 1.72 കോടി രൂപ അവരെങ്ങനെയാണ് കൈമാറിയത്, അത് ബാങ്ക് അടിസ്ഥാനത്തിലാണ്, ആവശ്യമായ നികുതി ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് എന്നെല്ലാം പുറത്തു വന്നതിന് ശേഷം അവിടെ അവസാനിക്കേണ്ട കാര്യം വലിച്ചഴച്ച് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അത്